not okay, yeah. Whatever, can I walk away, oh yeah. I can still see your face, so tell me. ഹലോ, അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നൊരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിനകത്ത് അതായത് വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ഫൗണ്ടേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജസ്റ്റ് കാഷ്വലായിട്ടൊന്ന് പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, ആക്ച്വലി ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ വീഡിയോയും കൂടെ എടുത്ത് കളയാമെന്ന്. സോ അങ്ങനെ ഒരു വളരെ സിമ്പിൾ ലുക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പം ഞാൻ ദേ മേക്കപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഹെയർ ഒക്കെ കെട്ടി വെച്ച്. ഈ ഹെയർ നമുക്ക് ഭയങ്കര പണി തരുന്നൊരു കാര്യം കേട്ടോ. പ്രത്യേകിച്ച് ഈ കാറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ നേരം നമ്മുടെ ബേബി ഹെയർസ് വന്നിങ്ങനെ നിൽക്കും. അത് പിന്നെ മാറ്റാന്ന് പറയുന്നത് ഭയങ്കര ചടങ്ങ്. അതുകൊണ്ട് ഞാനിത് കെട്ടി വെച്ചിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ടോണർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ, മോയ്സ്ചറൈസറാണ്. എപ്പോഴും മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആരും അത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, മാത്രമല്ല നമ്മുടെ സ്കിന്നിന് മാച്ച് ഏതാണോ അത് തന്നെ മാക്സിമം അത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം എൻ്റെ മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. അപ്പം എപ്പോഴും ആക്ച്വലി നമ്മൾ ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കുറച്ച് സെക്കൻഡ്സ് എങ്കിലും കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സപ്പ് ആയെന്ന് തോന്നൽ, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് കേട്ടോ. കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മളിപ്പം ടോണർ കഴിഞ്ഞിട്ട് കുറച്ച് അതൊന്ന് ഡ്രൈ ആവാനുള്ളൊരു സമയം കൊടുത്തിട്ട് ഞാൻ അതിനിടയ്ക്ക് ഇതൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഇത് വേറൊന്നുമല്ല, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. മോയ്സ്ചറൈസർ ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വരത്തില്ലേ, ആ കൂട്ടത്തിലെ ഒന്നാണത്. ഓക്കെ, അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിപ്പും കൂടെ ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇപ്രാവശ്യം ഈ ബാഗ് മതി കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. സാധാരണ നമ്മളെ ഷൂട്ടിന് പോകുന്ന മേക്കപ്പ് ബാഗ് ആകുമ്പം വലുതാണ്, അറിയാമല്ലോ. അപ്പം ഇത് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട്, നീറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. സോ അപ്പം ഇത് മതി. അപ്പം ഞാൻ നെക്സ്റ്റ് എപ്പോഴും ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാമും കൂടെ. ഇത് ഞാൻ കഴിഞ്ഞ മേക്കപ്പ് ബാഗിൻ്റെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇടേണ്ട ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ലിപ്പ് നല്ല കുറച്ച് സോഫ്റ്റായി, ഇല്ലെങ്കിൽ ക്രാക്ക് വരും. ഒന്നാമത് ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റ് ഫിനിഷ് ആണ്. അപ്പം അത് ഇടുമ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഒരു ടൈം വരുമ്പോഴത്തേന് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും അധികം അങ്ങനെ വരത്തില്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നതാണ് എന്തായിരുന്നു, സൺസ്ക്രീന് ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല ചൂടിൻ്റെ സമയമാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ന്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഭയങ്കരമായിട്ടും സൂര്യാഘാതമൊക്കെ ഏൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് നല്ലൊരു സൺസ്ക്രീൻ, അവരവർക്ക് മാച്ച് ആവുന്ന സൺസ്ക്രീൻ എന്തായാലും മുടങ്ങാതെ എല്ലാവരും യൂസ് ചെയ്യാം. പിന്നെ ഇത് 3 ഫിംഗർ പാറ്റേൺ പറയും. അത് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് ടയേർഡ് ആവാറുണ്ട്. ബിക്കോസ് ഇനി ഞാൻ ഇടുന്ന അളവിന് കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് തേച്ച് കൂടിപ്പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല.
സൺസ്ക്രീൻ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. കാരണം സൺ ടാൻ ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ടൈമാണ്. ഒരിക്കലും ആരും സൺസ്ക്രീൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈം കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൺസ്ക്രീനിന്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീം യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഇലുമിനേറ്റിംഗ് ക്രീമാണ്. ഇതോ അല്ലെങ്കിൽ ഇതോ യൂസ് ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എടുക്കാം, ഇത് തന്നെ യൂസ് ചെയ്യാം. രണ്ടും അടിപൊളി സാധനം കേട്ടോ. രണ്ടും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ഇതിനകത്ത് സ്റ്റിക്കും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പ്രൈമർ ഇടാഞ്ഞത്. നമ്മളെപ്പം സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ പ്രൈമർ ഇടേണ്ടത് അത്യാവശ്യം തന്നെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രൈമർ ഇടാഞ്ഞത്. പിന്നെ ഇടയ്ക്ക് ഈ പറയണ പോലെ നമ്മുടെ ഫേസിൽ ചില ടൈമിൽ പിമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടോ ഒക്കെ വരുമ്പോഴത്തേന് ഇത് ഞാൻ യൂസ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലറാണിത്. അപ്പം ആവശ്യം വന്നാൽ മാത്രം, എവിടെയെങ്കിലും എനിക്ക് വേണം എന്ന് തോന്നിയാൽ മാത്രം കൺസീലർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇതങ്ങനെ യൂസ് ഇല്ല. അപ്പം കൺസീലറോ അല്ലെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രൈമർ ഇടാറുള്ളൂ. അതർവൈസ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും തന്നെയാണ് ബേസായിട്ട് ഞാൻ ഇടുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് നമ്മുടെ കോമ്പാക്റ്റിലേക്കാണ് അടുത്തത് പോകുന്നത്. ആക്ച്വലി ഈ ഒരു പൗഡർ മാത്രം മതി. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ, ഭയങ്കര ഫേവറേറ്റ് ആണ്. കൂടുതലും ഇത് തന്നെയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ സ്റ്റിക്കും അതുമൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ഞാൻ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു കുൽറ്റി ഗ്ലാസ്സേ ഉള്ളൂ എൻ്റെ. ഇത് ഞാൻ ചുമ്മാ ട്രാവൽ ബാഗിൽ വെറുതെ കൊണ്ട് നടക്കുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് ഫേസ് ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ തോന്നിയാൽ എടുക്കാൻ വേണ്ടി. ആകെ ഇത് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഐ മേക്കപ്പിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഐബ്രോ ഒന്ന്, ഇതിൻ്റെയൊക്കെ അടപ്പ് എവിടെ, ഐബ്രോ കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ത്രെഡ് ചെയ്യാനുണ്ട്. ഞാൻ കൂടുതൽ ഐബ്രോയിൽ എൻ്റെ കലാവിരുന്ന് ഇറക്കുന്നില്ല. കാരണം ഒരാളുടെ ഐബ്രോ കുളമായി കഴിഞ്ഞാൽ തീർന്ന്. എനിക്ക് അങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഐബ്രോ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും പാർലറിൽ ചില ടൈമിൽ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഐബ്രോസ് രണ്ടും രണ്ട് ഷേപ്പായി പോവുക, അല്ലെങ്കിൽ തിക്നെസ് കുറയുക, ഇങ്ങനെ എനിക്ക് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യം കേട്ടോ. ഐബ്രോയിൽ തൊടുന്നത് വളരെ നോക്കിയും കണ്ടും ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് മാത്രമേ ഞാൻ ഐബ്രോസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. സോ അങ്ങനെ ഐബ്രോ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണെഴുതാം. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് താഴെ എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ല. കൂടുതലും ഞാൻ മുകളിൽ തന്നെയാണ് എഴുതുന്നത്. പണ്ട് എനിക്ക് താഴെ എഴുതിയില്ലെങ്കിൽ ഞാൻ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ, എന്താ കരഞ്ഞിരിക്കണേന്നൊക്കെ എനിക്കൊരു ഫീല് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ താഴെ എഴുതുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. സോ ഇപ്പം ഞാൻ താഴെ മാത്രമാണ് എഴുതുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞാൻ എന്താ ഇപ്പം പറഞ്ഞേ? ഞാനിപ്പം താഴെ മാത്രമാണ് എഴുതുന്നതെന്നാണോ പറഞ്ഞത്, അതോ മുകളിൽ മാത്രമാണോ എഴുതുന്നതെന്നാണോ പറഞ്ഞത്? ഒരു ഡൗട്ട്. ഇൻ കേസ് താഴെ മാത്രമാണ് ഇപ്പം ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മുകളിൽ മാത്രമാണ് എഴുതുന്നതെന്നാണ്. എനിക്ക് രണ്ടും രണ്ടായിട്ടിരിക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനിതിൽ പണിയാൻ പോയി കഴിഞ്ഞാൽ കുളമാവുമെന്ന് തോന്നുന്നു.
സോ എന്തോ ഇങ്ങനെ എഴുതുന്നതാണ് ഇപ്പം എനിക്കിഷ്ടം. സോ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് പറയുക. റീസെൻ്റായിട്ട് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക്. അടുത്ത നമ്മുടെ സെക്ഷനാണ് ലിപ്സ്റ്റിക്ക്. അപ്പം ഈ ലിപ്സ്റ്റിക്ക് ഇടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതാണെങ്കിൽ കുറച്ച് റെഡ് കിട്ടും, ഇതാണെങ്കിൽ കുറച്ച് എന്താ ചൂടെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതാകുമ്പം രണ്ടും ഏകദേശം കുറച്ച് ഡാർക്കും. നമുക്കിത് ഇട്ട് നോക്കാം. ഇത് ആന്ന് തോന്നുന്നു കൊള്ളാവുന്നത്. പക്ഷെ ഇതാണെങ്കിൽ നോർമലി ഇതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇന്നൊരു ചേഞ്ചിന് ഇത് യൂസ് ചെയ്തത്, പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ഇത് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കാര്യം കഴിഞ്ഞു എൻ്റെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ലുക്ക്. ലാസ്റ്റിൽ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇത് സെറ്റിംഗ് സ്പ്രേ ചുമ്മാ വെറുതെ ഒരിതിന് ഞാൻ ഇത് ഒരു കാര്യമുണ്ട്, കണ്ണ് എഴുതിയിട്ട് ഞാൻ ഉണക്കിയില്ല. ഓക്കെ, കഴിഞ്ഞ അടുത്തയാണ് എൻ്റെ സെറ്റിംഗ് സ്പ്രേ. അപ്പം എൻ്റെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിയാണ്. ഇത്രയാണ് ഞാൻ നോർമലി പുറത്ത് പോകുമ്പം. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതർവൈസ് ബാക്കി സ്റ്റെപ്പെല്ലാം കറക്റ്റ് ഇത് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ എന്തായാലും ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഹലോ. അപ്പം ദാ എൻ്റെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിനിടാനുള്ള കമ്മലാണ് ഇനി എനിക്ക് കൺഫ്യൂഷൻ. 2 ഓപ്ഷൻസാണ് ഞാൻ എടുത്തത്. ഒന്നിതും ഒന്നിതാ ഇതും. ഇത് രണ്ടുമാണ് എൻ്റെ ഓപ്ഷൻസ്. അപ്പം നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ആക്ച്വലി എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ച് ഹെവിയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ എടുത്ത് എൻ്റെ കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് സിമ്പിൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഓൾ സെറ്റ് അല്ലല്ലോ, നമുക്കൊരു പൊട്ടുകൂടെ വെച്ച് നോക്കിയാലോ. പൊട്ട് ഞാനിപ്പോൾ വെക്കും, പക്ഷെ ചിലപ്പം ഇതെൻ്റെ കൂടെ കാണും, ചിലപ്പോൾ എൻ്റെ കൂടെ കാണത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതായിരുന്നു എൻ്റെ ചെറിയ ഹെയർ. അത്ര സെറ്റായിട്ടില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഇതായിരുന്നു എൻ്റെ ചെറിയൊരു മേക്കപ്പ് വ്ലോഗ്. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ്സിൽ, ഇതിപ്പം നമ്മൾ ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഇല്ലെങ്കിൽ വളരെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് വ്ലോഗ് ആയിരുന്നു അത്. ഞാൻ യൂഷ്വലി ഇപ്പം നോർമലി കസിൻസിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മുടെ ഈ വീടിനടുത്തൊക്കെ തന്നെ പോകുമ്പോഴത്തേന് ഇതാണ് മെയിൻലി. അല്ലെങ്കിൽ വല്ല മാരേജ് ഫങ്ഷൻസ്, ഇനാഗുറേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ സ്റ്റിക്കും ഫൗണ്ടേഷൻസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതർവൈസ് എപ്പോഴും പോകുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു ലുക്കാണ്, വളരെ സിമ്പിൾ ലുക്കാണ്. എത്ര പേര് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇതിനകത്ത് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സ്കിൻ കെയർ റൊട്ടീൻ ഉൾപ്പെടെ വളരെ കുറച്ച് എന്താ പറയണേ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തൊരു മേക്കപ്പ് ലുക്കായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.